വെൽക്കം ബാക്ക്. ഞങ്ങൾ ഈ സൺഡേ ഈവനിങ്ങേ ലുലു മാളിൽ പോയി. ലുലു മാളിൽ പോകുന്നത് പുതിയ കാര്യമൊന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പോകാറുള്ളതാണ്. പക്ഷേ ഈ പ്രാവശ്യം പോയതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. അതെന്താണെന്ന് ഞാൻ വഴിയേ പറയാം. സ്കൂൾ തുറക്കണതിൻ്റെ തല ആഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ലുലു മാളിൽ കുറേ ഓഫറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സാറ്റർഡേ സൺഡേയും ഓഫറുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഇവിടെ വന്നിട്ട് ഞങ്ങൾ ആദ്യം കയറിയത് പ്ലേ ഏരിയയിലേക്കാണ് കേട്ടോ. ഇവിടെ വരുന്നത് മെയിനായിട്ട് പ്ലേ ഏരിയയിലേക്ക് ഉദ്ദേശിച്ചാണ്. പിന്നെ ഹൈപ്പർ മാർക്കറ്റിലും പോവും. ഇവിടെ മെയിനായിട്ട് അത് ഉദ്ദേശിച്ചാണ് ഞങ്ങൾ വരാറുള്ളത്. എന്തായാലും പ്ലേ ഏരിയയിൽ പോയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തേ. പിള്ളേരൊക്കെ വളരെ ഹാപ്പിയായി. എപ്പോഴും പോകാറുള്ള കളിക്കാറുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. ചെറിയ ആൾ റീബൗണ്ടിൽ കയറി, അടുത്ത ആൾ VR ഗെയിംസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. നമ്മുടെ മനസ്സിനെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം വരുമ്പോൾ, എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും ചെറിയൊരു വിഷമം വന്നാലും നമ്മളാകെ അതേക്കുറിച്ച് ആലോചിച്ച് കുറേ ടെൻഷൻ ഉണ്ടാവണ കൂട്ടത്തിലാണ് ഞാൻ. എല്ലാവരും അങ്ങനെയല്ല, പക്ഷേ ഞാൻ അതേക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് ഉള്ള സമാധാനം കെടുത്തണ ഒരാളാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ പോയാൽ എനിക്ക് ഭയങ്കര റിലീഫാണ് കേട്ടോ. ജസ്റ്റ് ലുലു മാളിൽ നിന്ന് തന്നെയല്ല, ഏതെങ്കിലും ഒരു തുണിക്കടയിൽ ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയാലും മതി. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിന് വളരെ റിലീഫാണ്. ഇതെന്ത് തെറാപ്പിയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ എനിക്ക് പല സമയത്തും അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഈ സ്വഭാവങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കിട്ടാ. ചിലപ്പോൾ ഒരു റിലീഫ് കിട്ടിയാലോ. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു ഇവിടെ. കേരളത്തിൽ എല്ലായിടത്തും തന്നെ മഴയുണ്ട്. പക്ഷെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധത്തിൽ മഴയായിരുന്നു. ഞങ്ങളൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിരുന്നതാണ്, അതൊക്കെ ക്യാൻസലായി. അപ്പോൾ അതിൻ്റെ ഒരു മാനസിക പിരിമുറുക്കം എന്ന് പറയാം, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു റിലീഫിന് വേണ്ടി പോയതാണ് കേട്ടോ. എന്തായാലും മനസ്സ് സന്തോഷമായി. ഈ പ്രാവശ്യം പോയതിനെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞല്ല. ഞങ്ങൾ പോയതേ മെട്രോ ട്രെയിനിലാണ് കേട്ടോ. മെട്രോ ട്രെയിൻ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് മുതലേ ഉള്ളൂ. നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വരുമ്പോൾ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തിട്ട് ഞങ്ങളൊരു 7 മണിയൊക്കെ ആയിട്ടാണ് പോയത്, വൈകുന്നേരം കേട്ടോ. അപ്പോൾ അവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് മെട്രോയിൽ കയറിയിട്ടാണ് പോയത് ലുലു മാളിലേക്ക്. എടപ്പള്ളിയാണ് സ്റ്റോപ്പ്. നമുക്ക് ലുലു മാളിൻ്റെ ഉള്ളിലാണ് ഉള്ളിൽ എന്ന് പറയാം, ഉള്ളിലാണ് നമുക്ക് സ്റ്റേഷനുള്ളത്. അപ്പോൾ ലുലു മാളിൻ്റെ അകത്തു കൂടെ തന്നെ നമുക്ക് സ്റ്റേഷനിലേക്ക് പോകാം, തിരിച്ച് അതിൽ തന്നെ കയറി പോരുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് പാർക്കിങ്ങിൻ്റെ പ്രശ്നങ്ങളും ബ്ലോക്കും ഒന്നും കിട്ടാണ്ട് വളരെ ഫാസ്റ്റായിട്ട് ഞങ്ങളിവിടെ എത്തിയിട്ടാണ്. സാധാരണ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ലുലു മാളിലേക്ക് വരണമെങ്കിൽ ഭയങ്കര ബ്ലോക്ക്, എടപ്പള്ളിയിലൊക്കെ ഭയങ്കര ബ്ലോക്ക് കിട്ടിയിട്ടാണ് ഞങ്ങൾ എത്താറ്. അപ്പോൾ ആ ബ്ലോക്കൊക്കെ ഒരു പരിധി വരെ ഒഴിവായി കിട്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഭാഗത്തു നിന്നൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെയും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. നല്ല ഫാസ്റ്റായിട്ട് എത്തി എന്തായാലും നമ്മൾ ബ്ലോക്കിലൊന്നും പെടാണ്ട്. നമ്മൾ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ഈ ലുലു മാൾ അല്ലെങ്കിൽ എടപ്പള്ളി സ്റ്റോപ്പിൽ ഇറങ്ങാനായിട്ട്, എടപ്പള്ളി സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ലുലു മാളിൻ്റെ ഉള്ളിലാണെന്ന് പറഞ്ഞല്ലോ, ഇറങ്ങാനായിട്ട് 30 റുപ്പീസാണ് ഒരാൾക്ക് മെട്രോ ട്രെയിനിൽ ചാർജ് ചെയ്യണം കേട്ടോ. ഒരു 10 മിനിറ്റും കുറച്ചും കൂടി സെക്കൻഡ്സിനുള്ളിൽ നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും കേട്ടോ. നമ്മൾ ട്രാവൽ ചെയ്ത് കാറിൽ വരികയാണെങ്കിൽ ബ്ലോക്ക് കിട്ടിയിട്ടൊരു 1.5 മണിക്കൂറോളം നമ്മൾ ആ ബ്ലോക്കിൽ പെടാറാണ് പതിവ്. അപ്പോൾ അത് ഈ പ്രാവശ്യം ഒഴിവാക്കി കിട്ടി. എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ ഇതേക്കുറിച്ച് പറഞ്ഞു തന്നത്. എന്തായാലും നമ്മളങ്ങനെ ചിന്തിക്കുന്നില്ലായിരുന്നു. നമ്മൾ കാറിൽ പോകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി കാറിൽ അവിടെ പോയി ഇറങ്ങി അവിടെ പാർക്ക് ചെയ്യണതിനെക്കുറിച്ചാണ് നമ്മൾ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ ഇത് കൊള്ളായിരുന്നു, നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെയും ട്രൈ ചെയ്യാം. പിന്നെ ഒരു പ്രശ്നമുള്ളത്, തിരിച്ച് പോരാനായിട്ട് മെട്രോ ഉള്ളത് ലാസ്റ്റ് നമ്മൾ ചോദിച്ചപ്പോൾ ലാസ്റ്റ് അവർ ടിക്കറ്റ് കൊടുക്കുന്നത് 10:30-ക്കാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ റിട്ടേൺ ആ ട്രെയിനിൽ കയറി പോരണം. അങ്ങനൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എന്തുകൊണ്ടും നല്ലതാണ് ഈ ഓപ്ഷൻ കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞു. നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. തിരക്കാണെന്ന് പറഞ്ഞല്ലോ. ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ സാധനം എടുക്കണേക്കാളും കൂടുതൽ സമയം ബില്ല് ഇടാൻ പോയിട്ടാണ്. അവിടെ കുറേ ടൈം ഞങ്ങളുടെ വേസ്റ്റായി. കുറേ കൗണ്ടർ ഉണ്ടെങ്കിലും പക്ഷേ എല്ലാ കൗണ്ടറിലും തന്നെ നീണ്ട ക്യൂകളായിരുന്നു.
അതിനുശേഷം ഞങ്ങൾ ഫാസ്റ്റായിട്ട് ട്രെയിൻ കയറാൻ പോയി. മെട്രോയിലേക്ക് സ്റ്റേഷനിലേക്ക് നടന്നു. ഈ ലുലു മാളിൻ്റെ ഒരു അറ്റത്താണ് കേട്ടോ ഈ സ്റ്റേഷൻ ഉള്ളത്. നമുക്ക് ഉള്ളിൽ കൂടെ തന്നെ, മാളിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കിടക്കാം, റോഡിലേക്കൊന്നും ഇറങ്ങണ്ട, വളരെ സൗകര്യപ്രദമാണ്. അപ്പോൾ ഞങ്ങൾ ഫാസ്റ്റായിട്ട് തിരിച്ചു പോന്നു കേട്ടോ. മാളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് മെട്രോ സ്റ്റേഷനിലേക്ക് കടക്കുമ്പോൾ തന്നെ ട്രെയിനിൻ്റെ ഷേപ്പിലൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. ഞാൻ ഇതാ ഫസ്റ്റ് ടൈമാണെന്ന് പറഞ്ഞല്ലോ ലുലു മാളിൽ വന്നിട്ട് മെട്രോയിൽ കയറുന്നത്. ലുലു മാളിൻ്റെ സ്റ്റോപ്പിൽ നിന്ന് മെട്രോയിൽ കയറുന്നത് ആദ്യമായിട്ടാണ്. എന്തായാലും നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, നല്ല സൂപ്പറായിരുന്നു. ഇന്ന് തിരക്കുള്ള ദിവസമാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് മെട്രോ സ്റ്റേഷനിലും വളരെ തിരക്കായിരുന്നു കേട്ടോ. എല്ലാവരും ഈ മാളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയവർ തന്നെയാണ്. സ്റ്റേഷനിൽ ഭയങ്കര തിരക്കായിരുന്നു. 10:20 കേട്ടോ ഞങ്ങളുടെ ട്രെയിൻ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഓടി കയറി അതിനകത്ത് ഇരിക്കാൻ സ്ഥലം കിട്ടി ഞങ്ങൾക്ക്. പക്ഷേ ഭയങ്കര റഷായിരുന്നു, ട്രെയിനിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നമുക്ക് സെക്കൻഡ് പ്ലാറ്റ്ഫോമിലായിരുന്നു ട്രെയിൻ വരുന്നത്. അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് റോട്ടിലെ തിരക്കും വണ്ടികളും ബ്ലോക്കൊക്കെ നമുക്ക് കാണാം കേട്ടോ. എന്തായാലും ഞങ്ങൾ ഫാസ്റ്റായിട്ട് തിരിച്ചെത്തി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നേക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.